ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഡ്രാഗൺ ചിക്കനെ പറ്റിയിട്ട് നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. കാരണം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ഇൻഡോ ചൈനീസ് വിഭവമാണല്ലോ ഡ്രാഗൺ ചിക്കൻ. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഡിഷ് കൂടിയാണിത്. കാരണം വേറെ ഒന്നല്ല, നല്ല സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ നല്ല ഹോട്ട് ആൻഡ് സ്പൈസിയാണിത്. പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല അട്രാക്റ്റീവാണ്. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അതാണ് ഈ ഒരു ഡിഷിന് നല്ല എരിവും കളറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാശ്മീരി ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ചിക്കൻ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇതിപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിലും കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തിട്ട് വേണം നമ്മളിതിലേക്ക് മസാല പുരട്ടാൻ, അല്ലെങ്കിൽ മസാല പിടിക്കത്തില്ല നന്നായിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണ് ആദ്യം തന്നെ ഞാനൊന്ന് ബ്ലെൻഡറിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് അരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അതൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ചേർക്കാം, പക്ഷെ നല്ല എരിവുണ്ടാവും എല്ലാം കൂടി ആകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം സോയ സോസിലും ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് അല്പം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ അല്പം വെള്ളം ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി, വല്ലാണ്ട് കട്ടി വേണ്ട, അതുപോലെ വല്ലാണ്ട് ലൂസ് ആവും വേണ്ട. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയും അതുപോലെ സോയ സോസും അല്പം വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ മാത്രം അല്പം കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിക്കായിട്ട് വേണം നമ്മളിത് മസാല പുരട്ടിയെടുക്കാൻ. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് മസാല ഒന്ന് പിടിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് ഞാൻ അല്പം മാത്രമേ എണ്ണ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടില്ല നമ്മളുടെ ചിക്കന്. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും അത് നന്നായിട്ട് കിട്ടാൻ നല്ലത്. അല്ലാതെ നമ്മളിപ്പോൾ മൊത്തത്തിൽ അത് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കും, മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2 സൈഡും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ഗോൾഡനും ക്രിസ്പിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. പിന്നെ വല്ലാണ്ട് ഡാർക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട, കാരണം നമ്മളുടെ സോസൊക്കെ അതിൽ കോട്ടായി വരണമെങ്കിൽ അധികം ഡാർക്ക് ആക്കണ്ട. എന്നാലും അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. കാരണം മുട്ടയുടെ വെള്ളയും അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അരച്ചതൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ പുറത്ത് വെക്കുമ്പോൾ അതിൽ ടേസ്റ്റ് വ്യത്യാസം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റൊക്കെ മാക്സിമം വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. പിന്നെ നമ്മളിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ നന്നായിട്ട് മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. വലിയ വലിയ പീസസ് ആക്കിയിട്ടും ഈ ഒരു ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതുപോലെ എല്ലോട് കൂടിയുള്ള ചിക്കൻ പീസസും എടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ തന്നെ നമ്മൾ സോസ് റെഡിയാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ 1 ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. വല്ലാണ്ട് ഡാർക്ക് ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി ഫ്ലേക്സ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആണ്. ഇതിലേക്ക് 2 ടീസ്പൂണോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാം. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിത് പല റെസിപ്പീസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു ഡിഷിലേക്കും ഇതുപോലെ ഒരു ബൗളിലേക്ക് എല്ലാ സോസും കൂടി മിക്സ് ചെയ്തിട്ട് അത് നല്ല ടേസ്റ്റൊക്കെ നല്ല ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബാലൻസിൽ നമുക്ക് ആ ഡിഷ് റെഡിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഏതിൻ്റെ ടേസ്റ്റാണ് നമ്മൾ കൂടുതലുള്ളതെന്നൊന്നും മനസ്സിലാവില്ല. ഇനി ഈ സോസ് നന്നായിട്ട് കുക്ക് ആവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഡാർക്ക് ആൻഡ് തിക്ക് ആയ ശേഷം മാത്രം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ പെട്ടെന്ന് തന്നെ ചിക്കൻ ചേർക്കരുത്. അപ്പോൾ ഇതിൽ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതലാവണ്ട, കാരണം നമ്മൾ സോയ സോസിലൊക്കെ ഉപ്പുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് നല്ല തിക്കായി വന്നിട്ടുണ്ട്, നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഡാർക്ക് റെഡ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും സോസും എല്ലാം കൂടി കമ്പൈനായി വരുന്ന രീതിയിൽ. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സോസൊക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന്. പിന്നെ ചിക്കൻ ചേർത്ത ശേഷം അധികം നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഈ ഡ്രാഗൺ ചിക്കൻ നല്ലൊരു കോമ്പിനേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മളുടെ ഡ്രാഗൺ ചിക്കൻ്റെ ശരിക്കുള്ള കളറ്. നല്ലൊരു റെഡ് കളറാണ്. റെഡ് ചില്ലി ഫ്ലേക്സിനൊക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ളവർ സാധാ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുക. സ്പൈസി അധികം ഇഷ്ടമില്ലാത്തവർ കാശ്മീരി ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. പിന്നെ ഒരു സന്തോഷം കൂടി അറിയിക്കാനുണ്ട്. നമ്മുടെ ഐഷാസ് കിച്ചൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചത്. ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചിട്ടില്ല. ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഇത്രയും ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല.
എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.